മുതിർന്ന കാരണവർ രഘു കെ പി ആർ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബസംഗമത്തിൽ ചേർന്ന എല്ലാവരെയും കുന്നമ്പുറത്ത് തറവാട് കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ബഹുമാനപ്പെട്ട വത്സരാജൻ മാസ്റ്ററാണ്. മാഷെ ബഹുമാനത്തോടെ നമ്മുടെ കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ വേദിയിൽ നമ്മുടെ മുതിർന്ന ഇപ്പോഴത്തെ കാരണവർ ബഹുമാനപ്പെട്ട രഘുവേട്ടൻ, നമ്മുടെ അധ്യക്ഷൻ മനോജ് എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനാ ഗാനത്തിനായി നമ്മുടെ കുട്ടികളെ ക്ഷണിക്കുകയാണ്. ഹലോ അമ്മയിലുണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിതധ്യാപകൻ, തണലായി നിൽക്കുന്നിതച്ഛൻ, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം. സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മുടെ മുതിർന്ന കുടുംബാംഗങ്ങൾ രഘു കെ പി ആർ, ബഹുമാനപ്പെട്ട വത്സരാജൻ മാസ്റ്റർ, വിമല ബാലൻ, വസന്ത വിജയൻ, ഗീത രാജൻ, ഷിജ രഘുത്തമൻ എന്നിവർ വേദിയിലേക്ക് വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മളവരെ ഈ നിമിഷം ഒന്ന് ഓർക്കുക. ഓക്കെ, എല്ലാവരും ഇരിക്കാം. ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷൻ ശ്രീ മനോജ് കെ പിയെ ക്ഷണിക്കുകയാണ്. മുഴുവൻ കുടുംബാംഗങ്ങളെയും നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും കൂടി ഇവിടെ നമ്മുടെ കമ്മിറ്റിയുടെ തലവനായ സുര്യാനെ ഒന്ന് ഇവിടെ സ്നേഹാദരം അറിയിക്കുകയാണ്. ക്ഷണിക്കുകയാണ്. ഇതാ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കണ്ണികൾ അടുക്കട്ടെ, ബന്ധങ്ങൾ ചേരട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയാവട്ടെ നമ്മുടെ ഈ കുടുംബസംഗമം. ഇതാ നമ്മുടെ കുന്നമ്പുറത്തെ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. കണ്ണികൾ അടുക്കട്ടെ, ബന്ധങ്ങൾ ചേരട്ടെ,
കണ്ണിനും മനസ്സിനും കുളിർമയാവട്ടെ നമ്മുടെ കുടുംബ സംഗമം. കുടുംബക്കാരനവരിൽ രഘുമാവൻ സംസാരിക്കും. നമ്മുടെ കുന്നമ്പലത്ത് തറവാട് ഇപ്പോഴത്തെ കുടുംബത്തിന്റെ കാരണവർ രഘു കെ പി ആർ നമ്മളോട് സംസാരിക്കുന്നു. കുന്നമ്പലത്ത് തന്നി തറവാട് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. എല്ലാ ഏരിയകളിലും എല്ലാ സ്ഥലങ്ങളിലും കുടുംബസംഗമം ഇല്ലാത്ത സ്ഥലമില്ല. അതുപോലെ തന്നെ അനിവാര്യതയാണ്. എവിടെയും പരസ്പരം ആളുകൾ ബന്ധപ്പെടാനും ആശയങ്ങൾ കൈമാറാനും സഹായങ്ങൾ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു വേദിയായിട്ടാണ് ഇപ്പോൾ കുടുംബസംഗമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അക്കാര്യത്തിൽ വലിയ സംശയമില്ല, ഒന്നും സംശയമില്ല. അപ്പോഴേ അതുപോലെ നമ്മൾ ആ തരത്തിലുള്ള ഒരു നല്ല രീതിയിലേക്ക് പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സഹായ മനസ്ഥിതിയോടെയും മുന്നോട്ടേക്ക് പോകണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു സംഘം നമുക്ക് വളരെ മുമ്പേ നടത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പല കാരണങ്ങളാണ് വൈകിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം നമ്മൾ വിളിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണുന്നതാണ് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് സംഘടിപ്പിക്കാനും ഒരുമിച്ച് അവരെ പങ്കാളിത്തത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ തന്നെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു, വലിയൊരു ബഹുമതിയായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പര സഹായത്തോടെയും മുന്നോട്ട് പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ശ്രീ പലേരിയമ്പലം മഹാശിവക്ഷേത്ര സെക്രട്ടറി മാഷെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മനോജ്, കുടുംബ കാരണവർ ശ്രീ രഘുത്തമൻ, ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ മഹത് വ്യക്തികളെ എനിക്ക് ഒരുപാട് പരിചയമുള്ളവരാണ്. ചെറുപ്പം മുതലേ നമ്മൾക്ക് പരസ്പരം അറിയുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓടത്തിൽ പീടികയിൽ എത്തിയപ്പോഴാണ് ഇന്നത്തെ പരിപാടിയെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഇടയ്ക്കിടെയായിട്ട് ഈ ന്യൂ ഡ്രീംസ് ക്ലബ്ബ് പലേരിക്കുളം റോഡ് അവരുടെ വകയായിട്ട് എപ്പോഴും കലാപരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിലൊരു വിശിഷ്ടാതിഥിയായിട്ട് എന്നെ അവരെപ്പോഴും വിളിക്കാറുണ്ട്. അതിലെനിക്ക് ഏറെ സന്തോഷവുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവധിക്കാല ക്യാമ്പോ പരിപാടികളോ ആയിരിക്കുമെന്നാണ് ഓടത്തിൽ പീടികയിൽ എത്തുന്നത് വരെ ഞാൻ കരുതിയിരുന്നത്. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട സുനി വിളിച്ചു. അതിനുശേഷമാണ് രഘുത്തമൻ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് മാഷ്, ഒരു 6-6:30 ആകുമ്പോഴേക്ക് എത്തണം. 1967, 65 ആ കാലഘട്ടം മുതലേ ശ്രീ രഘുത്തമനെ എനിക്ക് നല്ല പരിചയമാണ്. പഠിക്കുന്ന കാലത്ത് നല്ലൊരു പാട്ടുകാരനായിരുന്നു. യുവജനോത്സവ വേദികളിൽ തിളങ്ങി നിന്ന ഒരു കാരണവരാണ് നിങ്ങളെ എല്ലാവരും സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രീ രഘുത്തമൻ. അതിനുശേഷം അദ്ദേഹം വിദേശത്ത് പോവുകയും 10-45 കൊല്ലക്കാലം വിദേശത്ത് ജോലി ചെയ്യുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്തു. ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുന്നതിൽ ആ കാരണവർ വഹിച്ച പങ്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രഘുത്തമനെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. കണ്ടുമുട്ടിയ പരിചയപ്പെട്ട നാളെ മുതൽ ഒരേ സ്നേഹം, ആ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ശ്രീ രഘുത്തമൻ. ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി
അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത്, അത് സംഘടിപ്പിച്ചത്. എനിക്ക് നന്ദി പറയും അദ്ദേഹത്തോട്, കുടുംബത്തോടും അദ്ദേഹത്തോടും നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. കൂടുമ്പോൾ ഇമ്പമുള്ളവരെയാണ് കുടുംബം എന്ന് പറയും. കൂടുമ്പോൾ ഇമ്പമുള്ളവരെയാണ്. ഇപ്പോ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ആദ്യം തന്നെ ചോദിച്ചു, ആരാണ് മുതിർന്ന കാരണവർ, ആദരിക്കുന്നവര്? അത് അവര് സ്റ്റേജിൽ വന്നിരിക്കണം രഘുത്തമ എന്ന് പറയുമ്പോൾ രഘുത്തമൻ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാനും രഘുത്തമനും ഒരുപോലെയാണ്. 4 തലമുറ എന്നെ കാരണവർ, അമ്മാമ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. 3 സഹോദരിമാരിലും അവരുടെ പരമ്പരയിലും വിറ്റിട്ട് 4 പരമ്പരക്ക് എന്നെ അമ്മാമ എന്ന് വിളിക്കാനുള്ള, ഞാൻ പറയാറുണ്ട് എനിക്ക് ഒരു ഡിവിഷന്റെ മരുമക്കളുണ്ട് എനിക്ക് എന്നെ അമ്മാമ എന്ന് വിളിക്കാനുണ്ട് എന്ന് പറയും. അതുപോലെ രഘുത്തമന്റെ മരുമക്കളും കുടുംബവും എൻ്റെ മുന്നിൽ ഇന്ന് ഇപ്പോൾ എനിക്കും തോന്നുന്നതാണ്. ഇത്രയും വലിയ കുടുംബമാണ് കന്നി കുടുംബം. കന്നിയിൽ കുടുംബത്തിലെ പഴയ ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ എനിക്കും അറിയാം. ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സുനി പറഞ്ഞു, ഇവിടെ മൺമറഞ്ഞ ആളുകളെ അതൊന്ന് അവരുടെ പേരുകൾ ഉരുവിടുവാനും അവരെ ഓർക്കാനുമുള്ള ഒരവസരം കൂടിയാണ് ഇങ്ങനെയുള്ള കുടുംബ സംഘം. അതൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാം, ഇന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുത്തവര്, തറവാട്ടുകാര് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പക്ഷെ ഓടത്തിൽ പീടികയിൽ വളരെ കുറവായിരുന്നു. അത് രഘുത്തമനാണ് ആദ്യമായിട്ട് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. കന്നി കുടുംബം, കുന്നംപുറത്ത് കന്നി കുടുംബം. അതിനെ നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. അതാണ് സാധാരണ ഈ ഏരിയയിലുള്ളവർക്ക് പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാവരും പാട്ടുകാരാണ്. എല്ലാവരും നന്നായിട്ട് പാടും. ആ പാട്ടുകാരുടെ കൂട്ടത്തിലാണ് എന്നെയും ക്ഷണിക്കാറ്. അപ്പൊ ഞാനും അറിയാതെ ഒരു 4 വരി പാട്ട് പാടും. പണ്ടെവിടെയോ കവി പാടിയത് പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റിലിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. പാട്ട് പാടാനൊന്നും അറിയില്ലെങ്കിലും ഞാനും ഒരു 4 വരി പാട്ട് അവരെപ്പോഴും പാടാറുണ്ടായിരുന്നു. എന്തോ ആവട്ടെ, ഇങ്ങനെയൊരു കുടുംബ സംഗമം ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയല്ല ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത്, ഭാരതത്തിന്റെ പിഞ്ചു കുട്ടികളെ നോക്കിക്കൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടി മന്ദസ്മിതമായിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ്. നമ്മുടെ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം, കുട്ടികളാണ് ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് എന്നുള്ളത്. അതൊരു സത്യവും കൂടിയാണ്. അപ്പോൾ ഈ തറവാട്ടിന്റെ ഭാവി അവരാണ്, ഈ പിഞ്ചു കുട്ടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ ആവട്ടെ. എല്ലാവരും പരസ്പരം പരിചയപ്പെടാനും, ഇത് എൻ്റെ അമ്മാവനാണ്, ഇത് എൻ്റെ അമ്മാവൻ്റെ വീടാണ്, ഇത് എൻ്റെ കുടുംബമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഈ തറവാട് സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു ഉദ്ഘാടകനായിട്ടല്ല ഞാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വാട്സപ്പായിട്ടാണ് വരുവായിരുന്നു. അതൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു മാമ്പനാട്ടിൽ ഒരു മാഷായിട്ട് ജീവിക്കാറില്ല. അത് കൂടാതെ ഇവിടെ ഒരു സാധാരണക്കാരൻ സുനി വിളിച്ചാൽ എപ്പോഴും ഞാൻ വരും, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കും, അങ്ങ് പോകും, അത്രയും. അങ്ങനെ മാത്രമേ ഞാനതിനെ കരുതിയിട്ടുള്ളൂ. ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്നവരെ എല്ലാവരും ഭാഗ്യവതികളുമാണ്. ഈ കാരണവർ, മരുമകനും ഈ അമ്മാവനും, അങ്ങനെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ രഘുത്തമനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ നിമിഷമാണെന്ന് പറയാം. ഇതെല്ലാവരും അവരവരുടെ ഫോണിലാണ് എല്ലാവരെയും കുടുംബങ്ങളെ കാണുന്നത്. രാത്രിയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴാണ് ഈ സാധാരണ ബന്ധുക്കളെ കാണുന്നത്. അവർ കാണുകയും വർത്തമാനം പറയുകയും ചെയ്യും. കുടുംബങ്ങളിൽ പരസ്പരം പോയിട്ട് പരിചയപ്പെടുന്ന പരിപാടി വളരെ കുറവാണ്. അങ്ങനെ ഈ തറവാട്ടിൽ വെച്ചിട്ട് ഈ കുടുംബ സംഗമം നടത്താനും അത് ഉദ്ഘാടനം ചെയ്യുവാനും എന്നെ വിളിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ എല്ലാവരുടെയും മുമ്പാകെ ഇരവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്ത പരിപാടിക്ക് വേണ്ടി അധ്യക്ഷനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. കുന്നംപുറത്ത് തറവാട് കുടുംബ സംഗമം
നമ്മുടെ സ്നേഹനിധികളായ മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങാണ്. ആദ്യമായി നമ്മുടെ കുന്നംപുറത്ത് തറവാട് മുതിർന്ന കാരണവർ രഘു KPR ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മത്സരാജ് മാസ്റ്ററാണ്. മാഷെ സ്നേഹത്തോടെ രഘുവാടിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി നൽകുക. ഈ സന്തോഷ നിമിഷത്തിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും. അടുത്തതായി നമ്മുടെ കുന്നംപുറത്ത് തറവാട് മുതിർന്ന കുടുംബാംഗം വിമല ബാലനെ ഞങ്ങൾ ആദരിക്കുകയാണ്. വിമലേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മത്സരാജ് മാസ്റ്റർ. അടുത്തതായി വസന്ത വിജയനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. മാഷെ ക്ഷണിക്കുന്നു. നമ്മുടെ അടുത്തതായി ഗീതാരാജനെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഷീജ രഘുത്തമൻ സ്നേഹത്തോടെയോ ഞങ്ങളിതാ ക്ഷണിക്കുന്നു. നമ്മുടെ കുന്നംപുറത്ത് തറവാട് ഉദ്ഘാടന ചടങ്ങും അതേപോലെ നമ്മുടെ മുതിർന്നവരെ ആദരിക്കലും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന അംഗം വിമലേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ, അയൽക്കാർ, മാസ്റ്റർ എല്ലാവരും അടുത്തതായി വസന്തച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അവർ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, അവർ സംസാരിക്കും നമ്മളോട്. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ഗീതേച്ചി. നമ്മുടെ പ്രിയപ്പെട്ട ഷീജ രഘുത്തമൻ. കുന്നംപുറത്ത് തറവാട് കുടുംബ സംഗമത്തിന്റെ അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് നിഷാന്ത് ബി. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. പറയണ്ടേ? പ്രിയപ്പെട്ട വത്സമാഷ്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കുടുംബസംഗമം എന്ന് പറയുന്ന ഉദ്ദേശശുദ്ധി നമ്മൾ ഇന്നൊരു കൂടിച്ചേരൽ മാത്രം ഇരുന്നതല്ല, നമുക്ക് പരസ്പരം ഒരാൾക്ക് കാണാനായി മറ്റുള്ളവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരു ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ വിജിലിനെ ക്ഷണിക്കുകയാണ്. കുന്നംപുറത്തെ കുടുംബാംഗം വിജിൽ.
അതേപോലെ ജിജേഷ് രാജൻ വേദിയിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ മുതിർന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തനിമൊക്കെ തനിപ്പടവാട്ടിൻ്റെ പേര് സ്വാഗതത്തിൽ നന്ദിയും അറിയിക്കുന്നു. ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് കുടുംബത്തിൻ്റെ ഐക്യവും ദൃഢതയും കാത്ത് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇനിയും ഇന്നത്തെ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ സംഘടിച്ച് മുന്നോട്ട് പോകാനുള്ള അഭ്യർത്ഥിക്കുന്നു. നോക്കാം. ജിജേഷ് രാജൻ. മഹിജ. നമസ്കാരം. തന്നിത്തറവാട് വേദിയിലിരിക്കുന്ന വിശിഷ്ടാതി മാസ്റ്റർ, നമ്മുടെ ആദരണീയ ആപ്പൻ, അമ്മ, ഏഞ്ചിമാർ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബങ്ങൾക്കും ഇങ്ങനെ വേദി കയറി സംസാരിച്ചിട്ട് ശീലമില്ലാത്തത് കൊണ്ട് അതൊരു വലിയൊരു ചടങ്ങാണ്. എന്നിരുന്നാലും ഒരു ആശംസ അർപ്പിക്കാൻ വേണ്ടി മാത്രം തൽക്കാലം ഞാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഉപ്പുകൈ നമസ്കാരം, നന്ദി. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, ഇത് നടത്താൻ വേണ്ടി ഏറെ പ്രയത്നിച്ച സുനിയാട്ടിനും എൻ്റെ ഒരു നിറഞ്ഞ കൈയടി മനസ്സിൽ ഞാൻ തരികയാണ്. ഓക്കെ, ബാക്കി എല്ലാവരും പ്രയത്നിക്കുന്നത്, പക്ഷേ സുനിയാട്ടിൻ്റെ എഫർട്ടിനാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അടുത്തതായി അഭിജിത്ത് ഞങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട കുടുംബം, നമ്മുടെ ഇഷ്ടം എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അർപ്പിക്കും. അതുപോലെ നമ്മളെ വിജുവാട്ടം പറഞ്ഞ പോലെ സുനിയാട്ടൻ ഇതിനകത്തൊരു പ്രധാന ഘടകമായിട്ട് മാറി സ്ഥലമായി സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ അവർക്കൊരു പ്രത്യേക നന്ദി. കാരണം അവരാണ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നതിനേക്കാളും അതിലുപരി ഓരില്ലാത്ത മെനക്കെട്ടിൽ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പരിപാടി കാണാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. പത്മ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിടിക്കല്ലോ വേണ്ടി. ഓക്കെ ഓക്കെ, കയറി കയറി കയറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ കുടുംബസംഗമം നടത്തുന്ന കുന്നമ്പുറത്ത് തന്നിത്തറവാട്. എൻ്റെ ഒരു ഓർമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ KP എന്നുള്ളത് കുന്നമ്പുറത്ത് എന്നുള്ളത്, അതിൻ്റെ കൂടെ പട്ടത്താരി ഒന്നും കൂടി ഉണ്ടെന്നാണ് ഞാൻ ഈ കുടുംബത്തിൽ വന്നു ചേർന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം. അങ്ങനെയാണെന്ന് KP അത് അങ്ങനെയാണ്. ഇതാണ് കുന്നമ്പുറത്ത് പട്ടത്താരി എന്നുള്ളത്. ഈ തറവാട്ടിൽ ഇന്ന് ആദരിക്കപ്പെട്ടിട്ടുള്ള മുതിർന്ന എൻ്റെ നമ്മുടെ എന്താണ് രഘുവാപ്പൻ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഞാൻ പഠിച്ച അതേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ പഠിച്ച അതേ കൂടാളി സ്കൂളിലെ അധ്യാപകരായ പ്രിയപ്പെട്ട വത്സമാഷ്, അതുപോലെ നിർമ്മലാൻറ്റി, വസന്താൻറ്റി, ഗീതാൻറ്റി, അതുപോലെ ഷീജാൻറ്റി, എപ്പോഴും ഇവിടെ കടന്നു വരുമ്പോൾ ഒരമ്മയെപ്പോലെ എന്നും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഷീജാൻറ്റി, അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഓരോ ആൾക്കാരും കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹം
അത് എല്ലാവരും ഇതേ സ്നേഹം എക്കാലവും സൂക്ഷിക്കുക എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഈ ഒരു കുടുംബസംഗമത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എൻ്റെയും ഷീനയുടെയും പേരിൽ. പ്രിയ കുടുംബത്ത് തന്നിത്തരവായ കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ശരിയാണ്. എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അടുത്ത തവണ നമ്മൾ അതിഗംഭീരമായി ഞാൻ കൂടെ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ അറിയാനും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇന്ന് ഈ തിരുമുറ്റം വേദിയാവുകയാണ്. നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഷീന സീത. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആവശ്യപ്പെട്ട എൻ്റെ പാപ്പനും അനിമനും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാനിവിടുത്തെ അമ്മയുടെ മൂത്ത മോൻ്റെയാണ്. എനിക്ക് പറയാൻ ചിലപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ കുടുംബത്തിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരു അസുലഭ മുഹൂർത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടക പ്രസംഗം നമ്മുടെ മാഷി പറഞ്ഞ പോലെ നമ്മളെ കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര ബന്ധങ്ങൾക്ക് സ്ഥാനം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെയുള്ള കൂട്ടായ്മ നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നമ്മൾ ഈ തനിത്തറവാടനെ എനിക്ക് നല്ല ഒരുപാട് ഓർമ്മകൾ ഈ പഴയ ആ ഓലപ്പുരയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും ആ കൂട്ടുകുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരുപാട് ഓർമ്മകൾ, അത് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ തീരാത്ത ഓർമ്മകൾക്ക് ആ വീടുമായിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് എല്ലാം താമസിക്കാറുണ്ട്. നമ്മുടെ വീരമ്മാവൻ്റെ കുടുംബം, രായമ്മാവൻ്റെ ഒക്കെ രൂപമാവ എല്ലാവരുമായിട്ട് ആ തറവാട് താമസിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വളരെ ശുഷ്കമായ വരുമാനം കൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും പ്രയാസങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെ വലിയ ആർഭാടങ്ങളോ ഒന്നുമില്ലാത്ത വളരെ സാധാരണ രീതിയിൽ നമ്മൾ ആളെ കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ലഭ്യമായ രാഷ്ട്രമായിരുന്നു ബാങ്കുലക്ക്. അപ്പോൾ അവിടത്തേക്ക് ഞാനും നിശാന്തും പണ്ട് പുഴുങ്ങിയ മുട്ട കൊണ്ടുപോകുന്ന ഓർമ്മ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. ആ പുഴുങ്ങിയ മുട്ട ഒരു വലിയ പാത്രത്തിൽ പൊഴിഞ്ഞിട്ട് ഒരു 25-30 മുട്ടയാണെന്ന് തോന്നുന്നു ഓർമ്മ. അത് പുഴുങ്ങിയിട്ട് ഞാൻ നിശാന്തും കെനാൻ്റെ ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പിൽ ഞാനും ഓർമ്മ ശരിക്കും കക്കലാണ് പക്ഷേ ചെറിയ പ്രായമല്ലേ. അങ്ങനെ പിന്നെ വളരെ വലിയൊരു കാര്യം നിശാന്ത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ആ കാലഘട്ടം. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കണക്കപ്പെട്ട നമ്മളെ ചിരിതപ്പാപ്പിയായിരുന്നു. അവരാണ് സാമ്പത്തികം മൊത്തം കൈകാര്യം ചെയ്യുക. അവര് വൈകുന്നേരം ലിസ്റ്റ് 50 കടു, 150 പൈപ്പ്, 200 അരക്കിലോന്റെ അപ്പുറം പോകില്ല. പക്ഷേ അങ്ങനത്തെ അല്ലേ ബഡ്ജറ്റ്. അതിനകത്തുനിന്ന് ചെറിയൊരു തട്ടിപ്പൊക്കെ നിശാന്ത് നടത്താറുണ്ട്. ഞാൻ ഇവര് കടച്ചിന്റെ വീടിലാണ് പോവാം. കടച്ചിന്റെ വീടിൽ ആ കടച്ചിന്റെ വീടിൽ പോയാൽ ഈ 150 100 മാറും. പക്ഷേ
അങ്ങനെ 150 മാറും. അപ്പൊ അതിനകത്ത് ചെറിയൊരു വരുമാനം അന്നേ കളയാൻ ചെയ്യുന്നു. അത് നല്ല അനുഭവം, ഭയങ്കര രസമാണ്. അതൊന്നും ഇന്നത്തെ കുട്ടിയൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഒരു രസകരമായി ഇട്ടാൽ മതി. ആ വരുമ്പോ നെറ്റ് സഞ്ചിയിൽ കിഴങ്ങും പിന്നെ നമ്മള് ആത്മബന്ധം എനിക്ക് നിശാന്തമായിട്ടുണ്ട്. അത്തരത്തിലല്ല എല്ലാ തരത്തിലും നമുക്ക് നല്ല അടുത്ത ബന്ധം, അവിടെ നല്ല അപ്പുറം വല്ലാത്തൊരു ആത്മബന്ധം എനിക്ക് അവനുമായിട്ടുണ്ട്, ഉണ്ടായിരുന്നു. പിന്നെ കാരണവന്മാർ എന്നെ പേര് വിളിക്കാറില്ല, മരുവനെ എന്നാ വിളിക്കുന്നത്. 3 കാരണവർ തന്നെ എന്നെ വിളിക്കും, പേര് വിളിക്കാറില്ല. ദൈവമാവനെ വിളിക്കും, രാജമാവനെ വിളിക്കും, ദൈവമാവനെ വിളിക്കും, മരുവനെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നത്തെ ചാരാവിളിപ്പനാണല്ലോ, അത് പിന്നെ ഡെലിവറി നടക്കും. അതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ നോക്കും. ഒരു കുപ്പിയിൽ കയറൊക്കെ കെട്ടി ഡെലിവറി, അന്നത്തെ ജീവസായി അങ്ങനെയാണല്ലോ. അതൊന്നും ഇന്നത്തെ അതോട് നിരോധത്തോടുകൂടി അങ്ങനത്തെ ഒരു പിക്ചർ ആയിരിക്കില്ല. അങ്ങനെ ഒരുപാട് പിന്നെ ഈ കോലപ്പുര കെട്ടി മേയുന്നത് അതൊക്കെ നല്ല അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. പിന്നെ കളിക്കാൻ പോവുക, ഈ ഭാഗത്ത് ഒരുപാട് തോട്ടിൽ നിന്ന് മീൻ പിടിക്കുക, വഴി പോയി കുളിക്കൽ, അങ്ങനെ പല അനുഭവങ്ങളും അതൊക്കെ എൻ്റെ നാടിൻ്റെ അതേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുക ഒരുപാട് പറയാനുണ്ട്, ഒരു പരിധി മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ശനിയാടും രഘുമാതിനെയാണ് ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക താങ്ക്സ്. പിന്നെ നമ്മൾ വരുന്ന ഒരാളോട് പരിചയക്കാരോട് ഹായ് പറയാനുള്ള ഒരു ടെൻഡൻസി ഇന്ന് കുറഞ്ഞു വരികയാണ്. നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ മണിക്കൂർ കഴിക്കും, മാഷേനെ വിളിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഡൻസി കുറഞ്ഞു വരികയാണ്. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കാനുള്ള ശ്രമം അച്ഛനമ്മമാരും മക്കൾ ഭക്ഷണം കഴിക്കാനും പിന്നെ മറ്റ് എന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഫോണ് മക്കൾക്ക് കൊടുക്കുക എന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അത്യാവശ്യം മാത്രം പഠിക്കാനോ അത്യാവശ്യം മാത്രമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മക്കളെ ഒരു അഡിക്ഷനിലേക്ക് മാറ്റാതെ അത്തരത്തിലേക്ക് അച്ഛനമ്മമാർ മാറണം എന്നൊരു വലിയ അഭ്യർത്ഥനയുണ്ട്. ഞാനും അതിനകത്ത് വലിയ വിഭജനമൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളോട് പരമാവധി ശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള ഇതിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഭാവിയിലേക്കുള്ള പരിപാടികൾ നമ്മളെ ഇതുപോലത്തെ കുടുംബ സംഘങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകാം കുടുംബപരമായിട്ട്, അല്ലാതെ ഒരു KSRTC ബസ് പോയി പിടിച്ചിട്ട് നമുക്കൊരു പാക്കേജ് പോകാതെ നമുക്ക് കൂളായിട്ട് നമുക്കൊരു 1-2 ബസ് പിടിച്ചിട്ട് ഒരു യാത്രയൊക്കെ പോകാം. അതിനകത്ത് ഒരുപാട് നമ്മുടെ ബന്ധങ്ങൾ കൂട്ടിയടക്കും. ആ ബന്ധങ്ങൾക്ക് ഒരുപാട് ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളിലൂടെ പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സുമാരൊക്കെ പോവാം, കോളേജ് ഫ്രണ്ട്സുമാർ, സ്കൂൾ ഫ്രണ്ട്സുമാർ, അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യാം. കുടുംബക്കാർക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ വന്നാലും നമ്മൾ ഫണ്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഒക്കെ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ നമ്മൾ ഫണ്ട് സമാഹരിച്ച് ചെയ്യാത്തത്. അതുപോലെ തന്നെ നമുക്കങ്ങനെ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയും കൂടിയാണ് ഇതിനകത്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ കുടുംബസംഗമം ഇങ്ങനെ നടത്താൻ പറ്റില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ചടങ്ങ്, ഇപ്പോൾ ഷിഗിന്റെ മോളെ ബർത്ത്ഡേ കഴിഞ്ഞു, അപ്പൊ അന്ന് ഇതുപോലത്തെ ഒരു പാരലായിട്ട് ഇന്നത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും പറ്റണമെന്നില്ല, കുറച്ച് സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ വീട്ടിൽ കൂടുതൽ കല്യാണം മാറ്റി വെക്കാം, വീട്ടിൽ കൂടുതൽ ഇങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം ഒരു 10 മണിക്കൂറുകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബന്ധങ്ങൾ ഇനിയും കുറച്ചുകൂടി ഊഷ്മളമായി നിലനിൽക്കും എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഏതായാലും നീട്ടുന്നില്ല. ഇന്ന് പിന്നെ കുന്നപ്പുറത്ത് തനിത്തറവാടിലെ ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൽ ഇത്ര ആൾക്കാരെ ഒന്നിച്ച് കണ്ട് സത്യം പറഞ്ഞാണെങ്കിൽ എല്ലാ മക്കളും പേരറിയില്ല. അത് സത്യം, അത് എൻ്റെ പോരായ്മയാണ്. എല്ലാവർക്കും എല്ലാവരും അറിയണമെന്നില്ല. കാരണം എപ്പോൾ കൺഫ്യൂഷൻ, കാരണം അത്രപാട് ബന്ധങ്ങൾ വന്നു, ആൾക്കാർ വന്നു, അങ്ങനെ അതൊക്കെ ഒരു നല്ലതായിട്ടില്ല. ഒരു ശമ്പളം എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് നമ്മുടെ സ്നേഹനതയായ അപ്പാപ്പയാണ്. പശുവിനെ വളർത്തിയും മറ്റ് കോഴിയെ വളർത്തിയും എല്ലാം. അപ്പോൾ പുല്ലരിയാണ് പോകുന്നത്, കറപ്പ എസ്കേറ്റ് ഇവിടുന്ന് കറപ്പയെ പോയിട്ടാണ് പുല്ലെത്തി കൊണ്ടുവരിക. അപ്പോൾ നമ്മളും കൂടെ പോകുമായിരുന്നു. പിന്നെ കുറെ പറയാനുണ്ട്, വാക്കുകൾ കിട്ടുന്നില്ല, സോറി.
ഹലോ, എൻ്റെ ഭാര്യ ഷീജ, മകൻ അഭിജിത്ത്, പിന്നെ അതുല്യ, പ്രജിഷ്ണ, 2 മക്കളുടെ ഭാര്യമാരാണ്. പിന്നെ അയ്യൻ, ശിവാനി കൂടെ ഒത്തിരി ആൾക്കാരെ നമ്മൾ വിളിക്കുന്നുണ്ട്. എൻ്റെ മകനാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ഇല്ല, തന്മയ. ഇത് എൻ്റെ മോളാണ്. ഒരു മോളും കൂടി ഉണ്ട്. പ്രിയങ്ക, അമ്പാടി, ഷോണിമ, ഭാര്യ, കുടുംബം, സ്വന്തം പേര് എൻ്റെ ജിജേഷ്, അമ്മ ഗീത, എൻ്റെ ഭാര്യ രിജ, ഏട്ടത്തിയമ്മ ഷംന, മക്കൾ മൂത്ത ആൾ അനാമിക, രണ്ടാമത്തെ ആൾ അഭിരാമി. ഇനി അതേ ഇതിൽ തന്നെ എൻ്റെ ഫസ്റ്റും 3ാമത്തെ കല്യാണി, ആ പേരിന്ന് വിളിക്കും. അല്ല, ആ പേര് കല്യാണി എന്ന് വിളിക്കും. പിന്നെ ആരബി, ലാസ്റ്റ് വൺ മിസ്റ്റർ ഓക്കെ യുവൻ ആർ ജിജേഷ്. ഏട്ടൻ നിലവിൽ എത്തിയിട്ടില്ല, മോൻ കോട്ടയത്താണ്. രാകേഷ്. ഭാര്യ നിഷ, മകൻ സുഷിൻ, മോള് നന്ദന. എൻ്റെ ചേച്ചി പത്മ, ചേച്ചിയുടെ ഭർത്താവ് മോഹനൻ, മരുമകളെ മകൾ വിശ്വന, മരുമകൾ ഹിമ, മൂത്ത മകൾ ലയ, ലയയുടെ ഭർത്താവ് സജീഷ്. ഓക്കെ. എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൽ കൂട്ടായെന്നും മതിലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്. തേങ്ങാവിൻ താഴെ കുമ്പിൽ താലൂലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. തേങ്ങാവിൻ താഴെ കുമ്പിൽ താലൂലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. വർണ്ണമേഴു വർണ്ണം ചേർന്നുരങ്ങാണി പൊൻവീട്. ചേർന്നൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരു കേൾക്കും വീടാണീ വീട്. എന്നുമെന്നും പൂക്കളി വിടരും വീടാണീ വീട്.
പൊന്നും ചൂടി വരുന്നു താരകൾ കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരി പൊൻകനവ് പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ കയറുന്നു പൊൻവളയിട്ടൊരു പുലരി പൊൻകനവ് വർണ്ണമേഴു വർണ്ണവും കാതുകൾക്ക് തേൻമൊഴി വെണ്ണിലാവ് നൽകിയതാണ് സമ്മാനം ചന്ദ്രലേഖൂത്തുലഞ്ഞൊരു പൊൻവീട് ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട് വെന്നും പൂക്കളി വിടരും വീടാണീ വീട് കൂട്ടാണെന്നും അതിലിവിടെ മതിലിവിടെ ഒന്നാണെല്ലാരും ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. അമ്പലം കൂട്ടുന്നതാര് ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകൂലക്കിണതാര് അമ്പു തൊട്ട് ഇങ്ങു തൊട്ട് അപ്പുത്തി കുത്തുമാല തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്നു കണ്ടേ ചന്തമിഴി പെൺകുടഞ്ഞ് പൂങ്കുയിൽ പാടുന്ന കേട്ടേ എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിടാതെ പൂത്തൊഴി നാട്ടിലേ रामी कब आएगी तू आएगी तू तब रामी कब आएगी तू आएगी तू रामी कब आएगी तू चलिया चलिया मेरे सपनों में रामी कब आएगी तू आएगी तू रामी कब आएगी तू आएगी तू रामी कब आएगी तू चलिया चलिया
ഓർമ്മകളെ കൈകള ചാർത്തി വരൂ വിമോഹമില്ലേതിൽ ഏതോ ശോകം വരാതും പാടുന്നു ഓർമ്മകളെ കൈകള ചാർത്തി വരൂ വിമോഹം
Thank you.
Thank you.
മുദ്ര കോസ്റ്റ്യൂമിന്റെ ഓണർ. 2 സമ്മാനത്തിന്റെയും ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും. രണ്ടാമത്തെ സമ്മാനം ലഭിച്ചത് നമ്മുടെ ഷീജ രഘുത്തമൻ. ഈ 2 പേർക്കും സമ്മാനം നൽകുകയാണ്. മുദ്ര കോസ്റ്റ്യൂം സെന്റർ ചക്കരക്കല്ലിന്റെ ഓണർ റീജ നിശാന്ത് നൽകിയ സമ്മാനം ഇതാ ഞങ്ങൾ നൽകുകയാണ്. അമ്പാടി മോൻ, എല്ലാവരും കൈയടിക്കുക. അടുത്ത സമ്മാനം ഷീജ രഘുത്തമൻ നൽകുകയാണ്. റീജ നിശാന്ത്. നമ്മുടെ സംഗമമാണ്. എല്ലാവരും നമുക്കറിയുന്നത് പോലെ വേദിയിൽ വന്ന് പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. కుర్చీని మాట్లాడచ్చు కుర్చీని మాట్లాడచ్చు కుర్చీని మాట్లాడచ్చు അമ്പിളിക്കരയ്ക്കുള്ളില് ചോമ
ഒരു കസേരയിൽ രണ്ടാൾ ഇരിക്കാൻ പാടില്ല കേട്ടോ. റെഡിയായോ? പുറകോട്ട് വരണ റെഡിയല്ലേ? അപ്പൊ അടുത്താരാ? റെഡിയല്ലേ? തന്നെ റെഡി വരണേ. ഓക്കെ റെഡി? ഒരു ചേർന്ന് രണ്ടാൾ ഇരിക്കാൻ പാടില്ല. പുറകോട്ടേക്ക് ഇനിയിപ്പോ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ 3 പേരാ. ഇനിയിപ്പോ 3 പേര്. ചേച്ചി കഞ്ഞെത്തിയും വിട്ട് തന്നോളൂ.
വാശിയേറിയ മത്സരം. രണ്ടാളും വിജയിച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും ഞങ്ങൾ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മുടെ കുടുംബാംഗങ്ങളുള്ള വാശിയേറിയ മത്സരം ഇതാ. ഒരു കസേരയിൽ രണ്ടാളിരുന്ന ശരിയാവുന്നു. ഒരു കസേരയിൽ രണ്ടാളിരുന്ന ശരിയാവില്ല.
കുറച്ച് വിശ്രമം എടുത്തിട്ട് വീണ്ടും ഓടിയാൽ മതി. la 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 la
ഓഹോ ലാലലാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പെടേ സജം 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 പുറങ്കുഴക്കൊടേ സജം 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 കപ്പെടേ സജം 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 പുറങ്കൊടേ സജം 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 സജം. നഗരതീരങ്ങളിൽ ലഹരിയിൽ ഉതിരവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാരേ. തീരാത്തിരക്കയിലൻ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാരേ. ആകാശകൂടാര കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാരേ. തീരാത്തിരക്കയിലെ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാരേ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കൂടാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കൂടാൻ വാ. ജം 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 ജം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ചെപ്പിൽ കിനാറിന്റെ ഈറ്റം നിറക്കുന്നതാരേ. കാണാപ്പുറം കടന്നെത്തും കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാരേ. നക്ഷത്ര പൊന്നാനക്കിന്നിൽ കിനാവിന്റെ ഈറ്റം നിറക്കുന്നതാരേ. കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാരേ. കാതോരം പാടാൻ വാ, അക്കിന്നം തൂവാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജം സജം 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 ജം സജം 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 സജം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദ്രികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പെടേ സജം 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 കുഴൽക്കുഴക്കൊടേ സജം സജം കപ്പെടേ സജം 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 കയ്യിൽ പുറം കൊടേ. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാ. ഓഹോ ലാലലാ.
तुली तुझको बता दे, उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। हवा 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 तुझको लुटा दे, कहाँ तुली चल वो बता दे, उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, इस बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। किसी के शहर का रंग मिल गया, हिजरा हुआ आज कोई उसको मिल गया, फिर किसी के शहर का रंग मिल गया, हिजरा हुआ आज कोई उसको मिल गया, कैसे मिल गया, कहाँ मिल गया, हमने तो ढूंढ लिया सारा जमाना, हवा 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 तुझको लुटा दे, कहाँ तुली चल वो बता दे, उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। जाते जाते एक हंसी शाम कर गई, ये अदा भी उसके क्या काम कर गई, जाते जाते एक हंसी शाम कर गई, चांद कर गई, तेरे नाम कर गई, ऐसे हंसी चेहरे को अब न बुलाना, हवा 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 तुझको लुटा दे, कहाँ तुली चल वो बता दे, उसका पता दे, जरा मुझको बता दे, उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। साये कर गई, आज मेरे पास से वो गुजर गई, जिंदगी के धूप को साये कर गई, आज मेरे पास से वो गुजर गई, उसने जो कहा तुमने भी सुना, ये भी बता किसी को अपना बताना, हवा 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 तुझको लुटा दे, कहाँ तुली तुझको बता दे, उसका बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, इस बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। हवा 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 तुझको लुटा दे, कहाँ तुली
चल वो बता दे, उसको बता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, यार मिला दे, यार मिला दे, यार मिला दे। Nice, nice. केवल Thank you.